മറ്റു വാർത്തകളിലേക്ക്. തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 60-കാരൻ മരിച്ചു. പാലക്കാട് ഷൊർണൂർ സ്വദേശി മണിയാണ് മരിച്ചത്. ദീപ്തി വിവരങ്ങൾ നൽകുന്നു. ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ഈ ആക്രമണം അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നോ ആക്രമണം, അതോ വനപ്രദേശത്ത് വെച്ചായിരുന്നോ? എന്താണ് സംഭവിച്ചത്? ഷൊർണൂർ സ്വദേശിയായ 60 വയസ്സുകാരൻ മണിയാണ് മരിച്ചത്. ഇയാൾ ഈ ഒരു ന്യൂ ഹോപ്പിലെ ഓവേലി ന്യൂ ഹോപ്പിലെ സ്വകാര്യ എസ്റ്റേറ്റിലെ ഒരു ജീവനക്കാരനാണ്. ഈ ഒരു രാവിലെ ഈ എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഈ ഒരാൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സമയത്താണ് ഇയാളെ ഈ മണിയെ കാട്ടാന ആക്രമിക്കുന്നുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഒരു പാലക്കാട് നിന്നും ഗൂഡല്ലൂരിലേക്ക് കുടിയേറി പാർത്ത കുടുംബമാണ് ഈ മരിച്ച മണിയുടെ കുടുംബം എന്ന് പറയുന്നത്. അതിനുശേഷം ഇയാൾ ഈ ഒരു ഒവേലി ന്യൂ ഹോപ്പ് എസ്റ്റേറ്റിലെ സ്വകാര്യ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു. അതിരാവിലെ തന്നെ ഈ ഒരു ജോലിക്കായി പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഉദാഹരണമായ ഒരു അന്ത്യം ഉണ്ടായത്. ഈ ഒരു പ്രദേശത്ത് നിരവധി തവണ ഈ ഒരു പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാട്ടാന ആക്രമണം രൂക്ഷമാണ്, അല്ലെങ്കിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു ജനവാസ മേഖലയിലടക്കം കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നിരവധി തവണ അറിയിച്ചിട്ടും ഇത്തരത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ ഒരു മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും സംഭവ സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാട് ഷൊർണൂർ സ്വദേശിയായ 60-കാരൻ മണിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ബനീഷ്, തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 60-കാരന് ദാരുണാന്ത്യം എന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള തോന്നൽ ഉണ്ടായേക്കും. പക്ഷേ അങ്ങനെയല്ല. അവിടെയാണ് നടന്നതെങ്കിലും മരിച്ചിരിക്കുന്നത് പാലക്കാട് ഷൊർണൂർ സ്വദേശിയായിട്ടുള്ള മണിയാണ്.